പ്രിയ കുട്ടികളെ, നമുക്കിന്ന് കമ്പനിയുടെ ഫോർഫിച്ചർ പല മെത്തേഡുണ്ട്. അപ്പൊ നമുക്കത് എല്ലാം ഒരൊറ്റ ഇതില് ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഏതെല്ലാം തരത്തില് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ CBSEക്ക് നിങ്ങൾ ഓർത്ത് വെക്കുക, നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ നമ്പർ 21 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾ നോക്കിക്കോളൂ. 21ാമത്തെ അല്ലെങ്കിൽ 22ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഈ കമ്പനിയുടെ ഫോർഫിച്ചർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഫോർഫിച്ചർ എങ്ങനെയാന്ന് നോക്കാം. അതായത് ഫോർഫിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കമ്പനിയിൽ ഷെയർ എടുത്തിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് കമ്പനി ആവശ്യപ്പെടുന്ന സമയത്ത് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാതെ വന്നാൽ അവരുടെ ഷെയർ കമ്പനി ക്യാൻസൽ ചെയ്യും. അങ്ങനെ കമ്പനി അവരുടെ ഷെയറിന്റെ ഓണർഷിപ്പ് ക്യാൻസൽ ചെയ്യുന്നതിനാണ് നമ്മൾ ഫോർഫിച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഫോർഫിറ്റ് ചെയ്യുന്ന കേസിൽ കമ്പനി അവരുടെ ബുക്കിൽ ജേണൽ എൻട്രി എഴുതും. അതായത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് ടു കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. ഇതാണ് ഫോർഫിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ജേണൽ എൻട്രി. അതുപോലെ തന്നെ ഈ ഷെയറുകൾ കമ്പനി മറ്റാർക്കെങ്കിലും റീഇഷ്യൂ ചെയ്യും, വീണ്ടും വിൽക്കും. അപ്പൊ ഓർത്ത് വെക്കുക, രണ്ടാമത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനി ഈ ഷെയറുകൾക്ക് വേണ്ടിയിട്ട് ആദ്യം മുതൽ ആപ്ലിക്കേഷൻ അലോട്ട്മെന്റ് ആ സ്റ്റേജുകളൊന്നും നടത്തില്ല. ലംസമായിട്ട് ഒരുമിച്ച പൈസക്കാണ് കമ്പനിയെ രണ്ടാമത് റീഇഷ്യൂ ചെയ്യുന്നത്. ആ റീഇഷ്യൂ ചെയ്യുന്ന കേസിൽ ലംസമായിട്ട് പൈസ കൊടുക്കാൻ ചിലപ്പോ ആൾക്കാർക്ക് അത്രയും ഇഷ്ടം തോന്നില്ല. അപ്പം ചിലപ്പോ അവരത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കമ്പനി ചിലപ്പോൾ അവർക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് കൊടുക്കും. അങ്ങനെ ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ടാണ് മിക്കവാറും കമ്പനികൾ അവരുടെ ഷെയറുകൾ റീഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ റീഇഷ്യൂ ചെയ്യുന്ന കേസിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഷെയർ ഫോർഫിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്നാണ് ജേണൽ എൻട്രി. ഈ ഫോർഫിറ്റ് ചെയ്തപ്പോൾ ഉള്ള ഫോർഫിച്ചറിലെ ക്രെഡിറ്റിലെ എമൗണ്ടും റീഇഷ്യൂ ചെയ്തപ്പോൾ ഉള്ള ഫോർഫിച്ചറിലെ ഡെബിറ്റിലെ എമൗണ്ടും ക്യാപിറ്റൽ റിസർവ് എന്നൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ആ അക്കൗണ്ടിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമുക്ക് കണക്കിലേക്ക് പോകാം. അതായത് ഒരു കമ്പനി എക്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനി ഒരു 1500 ഷെയർസ് ഫോർഫിറ്റ് ചെയ്തു. ഫോർഫിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഓണർഷിപ്പ് ക്യാൻസൽ ചെയ്തു. എന്തുകൊണ്ടാ ഫോർഫിറ്റ് ചെയ്തേ? ഓഫ് നോൺ പേയ്മെന്റ് ഓഫ് ഫൈനൽ കോൾ ഓഫ് ₹20 എന്നാ പറഞ്ഞേക്കണേ. ഈ 1500 ഷെയറിന് ഫൈനൽ കോൾ 20 രൂപ വെച്ച് നോൺ പേയ്മെന്റ് ആണ്, കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ കിട്ടാതെ വന്നപ്പോ ഷെയർ കമ്പനി ക്യാൻസൽ ചെയ്തു. അത് ദ ഫേസ് വാല്യൂ ഷെയറിന്റെ എമൗണ്ട് 100 രൂപയാണ്. കമ്പനി റീഇഷ്യൂഡ് 1500 ഷെയർസ് അറ്റ് ₹90 പെർ ഷെയർ. കമ്പനി അത് രണ്ടാമത് വിറ്റിരിക്കുന്നത് 90 രൂപ വച്ചാണ്. ഒരു ഷെയറിന് 90 വച്ചാണ് റീഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന് ജേണൽ എൻട്രി എഴുതുമ്പോ ആദ്യം നമ്മൾ അത് ഫോർഫിറ്റ് ചെയ്യുന്ന എൻട്രി 3 എൻട്രി നമുക്ക് വരും. ഫസ്റ്റ് എൻട്രി ഫോർഫിറ്റ് ചെയ്യുന്നത്, കമ്പനി ഷെയർ ക്യാൻസൽ ചെയ്യുന്ന എൻട്രിയാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. ഫോർഫിറ്റ് ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, അവിടെ വരുന്ന എമൗണ്ട്, അവിടെയാണ് കുട്ടികൾക്ക് ഡൗട്ട് എമൗണ്ട് എഴുതുന്നത്. അതായത് മുടക്ക് വരുത്തിയിരിക്കുന്ന ഷെയറിന്റെ നമ്പറിനെ എന്ത് ചെയ്യണം? കോൾഡ് അപ്പ് വാല്യൂ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഈ കോൾഡ് അപ്പ് വാല്യൂ എന്ന് പറയാനുള്ള കാരണം ഫേസ് വാല്യൂ 100 രൂപ ഫേസ് വാല്യൂ. നമുക്ക് ഫേസ് വാല്യൂ എന്ന് നമുക്ക് പറഞ്ഞിട്ട് നമുക്കുണ്ടല്ലോ, ചിലപ്പോൾ കമ്പനി ഏതെങ്കിലും കോളുകൾ നടത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ 100 രൂപ അവിടെ എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് കോൾഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ കമ്പനി 30 രൂപ ഫൈനൽ കോൾ നടത്തിയില്ല എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നമുക്ക് ഷെയർ ക്യാപിറ്റലിൽ 100 എഴുതാൻ പറ്റില്ല. അപ്പൊ നമുക്ക് 70 എഴുതാൻ പറ്റുള്ളൂ. 70 ആണ് കോൾഡ് അപ്പ് വാല്യൂ. ഈ ക്വസ്റ്റ്യനിൽ കമ്പനി 100 രൂപയും കൊടുത്തിട്ടുണ്ട്, വിളി നടത്തിയിട്ടുണ്ട് എല്ലാം. അപ്പൊ നമുക്ക് 100 കൊടുക്കാം. അപ്പൊ എങ്ങനെ വരും? 1500 ഷെയറിന് 100 റുപ്പീസ് വച്ച, അതാണ് നമ്പർ ഇൻറ്റു കോൾഡ് അപ്പ് വാല്യൂ. അപ്പൊ 1,50,000. ഷെയർ ഫോർഫിറ്റഡിൽ എമൗണ്ട് എഴുതുന്നത് ഓർത്ത് വെക്കാം, എമൗണ്ട് പെയ്ഡ് ആണ്. ഈ മുടക്ക് വരുത്തിയിരിക്കുന്ന ആൾ എന്തൊക്കെ കൊടുത്തുവോ അതാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ അയാൾ എത്ര രൂപ കൊടുത്തു എന്നറിയാൻ നമുക്കൊരു എളുപ്പ വഴി എന്താ? 100 രൂപയാണ് ഫേസ് വാല്യൂ. ക്വസ്റ്റ്യനിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നോൺ പേയ്മെന്റ് ഓഫ് ഫൈനൽ കോൾ ₹20. ഫൈനൽ കോൾ 20 റുപ്പീസ് ആണ് നോൺ പേയ്മെന്റ് എങ്കിൽ നമുക്കറിയാം ബാക്കി 100 20 കഴിച്ചാൽ ബാക്കി 80 രൂപ വരെ അയാൾ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷനും അലോട്ട്മെന്റും കോളായിട്ടും അയാൾ 80 രൂപ അവിടെ കൊടുത്തിട്ടുണ്ട്. അയാൾ കൊടുത്ത എമൗണ്ട്, ആ മുടക്ക് വരുത്തിയിരിക്കുന്ന ആളുടെ കൊടുത്തിരിക്കുന്ന എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത് കേട്ടോ, ടു ഷെയർ ഫോർഫിറ്റഡ്. അതായത് നമ്പർ ഇൻറ്റു എമൗണ്ട് പെയ്ഡ്. അപ്പൊ നമ്പർ 1500 ആണ്, എമൗണ്ട് പെയ്ഡ് 80 ആണ്. 80 എവിടെ നിന്ന് കിട്ടിയത്? 20 കൊടുത്തിട്ടില്ല എങ്കിൽ ബാക്കി 80 രൂപ അയാൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ എമൗണ്ട് നമ്മൾ അവിടെ എഴുതി, എമൗണ്ട് പെയ്ഡ്. ഇനി ഇവിടെ നമ്മൾ എഴുതുന്നത് ടു കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ
നമ്പർ ഇൻറ്റു എമൗണ്ട് അൺപെയ്ഡ്, കൊടുക്കാത്ത എമൗണ്ട്. ഈ കോൾ സിഗ്നേച്ചർ എന്ന് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ അവിടെ നമുക്ക് ആ കോൾ ഏതാന്ന് തന്നിട്ടുണ്ട്, ഫൈനൽ കോൾ ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എഴുതാം ടു ഫൈനൽ കോൾ എന്ന് എഴുതാം, എങ്ങനെ എഴുതിയാലും ശരിയാണ്. അപ്പൊ ഇവിടെ ടു ഫൈനൽ കോൾ എന്ന് എഴുതാം, അല്ലെങ്കിൽ കോൾ സിഗ്നേച്ചർ എന്ന് എഴുതാം. മുടക്ക് വരുത്തിയിരിക്കുന്ന 1500 ഷെയറിന് 20 രൂപയാണ് അയാൾ കൊടുക്കാത്തത്. അതാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ കമ്പനി അവരുടെ ഷെയർ ഫോർഫിറ്റ് ചെയ്തു. ഇനി ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കമ്പനി റീഇഷ്യൂഡ് 1500 ഷെയർസ് അറ്റ് ₹90 പെർ ഷെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 90 രൂപയ്ക്കാണ് അത് റീഇഷ്യൂ ചെയ്തേക്കുന്നത്. എന്തുകൊണ്ടാ 10 രൂപ കുറഞ്ഞത്? ഒരുമിച്ച് പണം കൊടുക്കണം. ഈ 1500 ഷെയറും മേടിച്ച ആൾക്കാർക്ക് അവരത് ഒരുമിച്ച് പൈസ കൊടുക്കണം. മറ്റത് ആപ്ലിക്കേഷനായിട്ട് കുറച്ച് കൊടുത്തു, അത് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അലോട്ട്മെന്റ് ആവശ്യപ്പെടുന്നേ, അത് കഴിഞ്ഞ് ചിലപ്പോൾ 1 മാസമോ 2 മാസമോ കഴിഞ്ഞായിരിക്കും അടുത്ത കോൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ നമുക്ക് റിലാക്സ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ നമ്മൾ ഒരുമിച്ച് പൈസ കൊടുക്കണം. റീഇഷ്യൂ ചെയ്യുന്ന കേസിൽ കമ്പനി വീണ്ടും ഈ പ്രൊസീജിയർ ഒന്നും സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പൊ ഒരുമിച്ച് പൈസ കൊടുക്കണം. ആ ഒരുമിച്ച് പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ ആരെങ്കിലും അത് മേടിക്കാൻ താല്പര്യം കാണിച്ചില്ലെങ്കിലോ ഓർത്തിട്ടാണ് ചെറിയൊരു ഡിസ്കൗണ്ട് അലവ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുന്നത് ബാങ്കിൽ റീഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്കിൽ നമ്മൾ എഴുതുന്ന എമൗണ്ട് റീഇഷ്യൂ ചെയ്ത നമ്പർ ഇൻറ്റു റേറ്റ് ഓഫ് റീഇഷ്യൂ. കമ്പനി എത്ര രൂപയ്ക്കാണോ അത് രണ്ടാമത് ഇഷ്യൂ ചെയ്തേക്കേണ്ടത് അതാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യനിൽ 90 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 1500 ഇൻറ്റു 90 അത് നമ്മൾ ബാങ്കിൽ എഴുതും. അപ്പൊ 100 രൂപയുടെ ഷെയർ 90 രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്തതെങ്കിൽ 10 രൂപ അവിടെ നഷ്ടം വന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഷെയർ ഫോർഫിച്ചർ അക്കൗണ്ടിൽ കൊടുക്കുന്നത്, നമ്പർ ഇൻറ്റു ഡിസ്കൗണ്ട്. അതായത് 1500 ഇൻറ്റു 10, അപ്പൊ 15,000 കിട്ടി. ഇനി ഷെയർ ക്യാപിറ്റൽ എപ്പോഴും നമ്മൾ കോൾഡ് അപ്പ് വാല്യൂ അഥവാ ഫേസ് വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പൊ 1500 ഇൻറ്റു 100 കൊടുത്തു, അവിടെ നമുക്ക് അതിന്റെ എമൗണ്ട് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഫോർഫിച്ചർ അക്കൗണ്ടിന്റെ ബാലൻസ്, ഇവിടെ ക്രെഡിറ്റിൽ വന്ന ഈ ബാലൻസും ഇവിടെ ഡെബിറ്റിൽ വന്ന ഫോർഫിച്ചർ അക്കൗണ്ടിന്റെ ബാലൻസും ഇത് രണ്ടിന്റെ ഡിഫറൻസ് നമ്മൾ ക്യാപിറ്റൽ റിസർവ് എന്നൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കമ്പനി ക്യാപിറ്റൽ റിസർവ് എന്ന അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന് എൻട്രി കൊടുക്കും, ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ്. എമൗണ്ട് എഴുതുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ഫോർഫിച്ചറിലെ ക്രെഡിറ്റും അതുപോലെ തന്നെ ഡെബിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ കമ്പനി എന്ത് ചെയ്തു, മുടക്ക് വരുത്തിയ ഷെയർ ഫുള്ള് കമ്പനി റീഇഷ്യൂ ചെയ്തത് ഒരു മെത്തേഡ്. ഇനി നമുക്ക് വേറൊരു മെത്തേഡ് നമുക്ക് നോക്കാം. അതായത് ഇത് തന്നെ ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. 1500 ഷെയർസ് കമ്പനി ക്യാൻസൽ ചെയ്തു. അതില് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയാണ്, നമ്മളിപ്പോ സെക്കൻഡ് മെത്തേഡിലേക്ക് കടക്കാണ്, റീഇഷ്യൂ ചെയ്തിരിക്കുന്നത് 1000 എന്നാണ് പറഞ്ഞേക്കണത്. മൊത്തം ഷെയറും കമ്പനിക്ക് രണ്ടാമത് വിൽക്കാൻ സാധിച്ചില്ല എന്ന്. അപ്പൊ രണ്ടാമത് മൊത്തം ഷെയറും കമ്പനിക്ക് വിൽക്കാൻ സാധിച്ചില്ല എങ്കിൽ ഓർത്ത് വെക്കാം, ഇത് മക്കൾക്ക് മനസ്സിലായില്ലോ അല്ലേ? എമൗണ്ട് ഒക്കെ എഴുതിയേക്കണ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അപ്പൊ സെക്കൻഡ് മെത്തേഡിൽ നമുക്ക് ഇവിടെ എമൗണ്ട് മാറ്റി കാണിക്കേണ്ടി വരും. അതായത് ഫോർഫീച്ചറില് മാറ്റമൊന്നുമില്ല, ഫോർഫീച്ചറിൽ സെയിം ആണ്. 1500 ഷെയർ ഫേസ് വാല്യൂ എഴുതി, കോൾഡ് അപ്പ് വാല്യൂ അഥവാ ഫേസ് വാല്യൂ എഴുതി, ഇവിടെ നമ്മൾ എമൗണ്ട് പെയ്ഡ് എഴുതി, ഇവിടെ ഫൈനൽ കോൾ മാത്രമേ മുടക്ക് വരുത്തിയിട്ടുള്ളൂ, അത് നമ്മൾ എഴുതി. റീഇഷ്യൂ ചെയ്യുന്ന കേസില് 90ക്കാണ് റീഇഷ്യൂ ചെയ്തേക്കണത്, നമ്പർ 1000 എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ സെക്കൻഡ് കേസില് ഓർത്ത് വെക്കാം, ബാങ്കിൽ നമ്മൾ എമൗണ്ട് എഴുതുമ്പോ 1000 ഇൻറ്റു 90 വരും. സെക്കൻഡ് മെത്തേഡിൽ എമൗണ്ട് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. 1000 ഷെയർ ആണ് റീഇഷ്യൂ ചെയ്തിട്ടുള്ളൂ എങ്കിൽ 1000 ഇൻറ്റു 90 വരും. ഇവിടെ നമ്മള് 10 റുപ്പീസ് ആണ് നമുക്ക് ഡിസ്കൗണ്ട് വന്നേക്കണത്, അവിടെ നമ്മൾ 1000 ഇൻറ്റു 10 എഴുതും. ക്രെഡിറ്റിൽ നമ്മൾ 1000 ഇൻറ്റു 100 എഴുതും. അപ്പൊ 1000 ഷെയറെ കമ്പനി റീഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്കുണ്ടല്ലോ ഈ ഡിഫറൻസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴേ ഓർത്ത് വെക്കാം, രണ്ടും 2 നമ്പറാണ്. ഇതിനാണ് പാർഷ്യൽ റീഇഷ്യൂ എന്ന് പറയുന്നത്. മൊത്തം റീഇഷ്യൂ ചെയ്ത് തീരാത്ത കേസില് അവിടെയാണ് എപ്പോഴും കുട്ടികൾ കണക്ക് തെറ്റിക്കുന്നത്. അതിനൊരു ഈക്വേഷൻ ഉണ്ട്, ഒട്ടുമിക്ക സ്കൂളുകളിലും ആ ഈക്വേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മക്കളെ, ഈക്വേഷനിൽ കൂടി ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തില് മക്കൾക്ക് തെറ്റാതിരിക്കാൻ എളുപ്പ വഴിയിൽ ഞാൻ പറഞ്ഞു തരാം. അതായത് നിങ്ങൾ നോക്കേണ്ടത് എത്ര ഷെയറാ റീഇഷ്യൂ ചെയ്തേക്കണേ.
നമ്മൾ പറഞ്ഞ സെക്കൻഡ് മെത്തേഡ് അനുസരിച്ച് മൊത്തം ഷെയറും റീഇഷ്യൂ ചെയ്തിട്ടില്ല, 1000 ഷെയറെ റീഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. അപ്പൊ 1000 ഷെയർ ഫോർഫിറ്റ് ചെയ്യുമ്പോ എത്ര രൂപ വരും നോക്കണം. ഇവിടെ കാണിച്ചിരിക്കുന്നത് 1500 ഷെയറിന്റെ അല്ലേ കാണിച്ചിരിക്കുന്നേ. റീഇഷ്യൂ ചെയ്തേക്കണത് 1000 ഉള്ളൂ. 500 ഷെയർ കുറച്ചാ റീഇഷ്യൂ ചെയ്തേക്കണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1000 ഷെയർ റീഇഷ്യൂ ചെയ്യുമ്പോ എത്ര രൂപ വരും എന്ന് അറിയണം. അതിന് നമ്മൾ റീഇഷ്യൂ ചെയ്ത ഷെയറിന്റെ നമ്പറിനെ ഇവിടത്തെ എമൗണ്ട് പെയ്ഡ് കൊണ്ട് എത്ര രൂപയാന്നൊക്കെ എമൗണ്ട് പെയ്ഡ്, അയാൾ കൊടുത്തിരിക്കുന്ന എമൗണ്ട് എത്രയാ? 80. അപ്പോ ഓർത്ത് വെക്കാം, നമ്പർ എത്രയാണോ റീഇഷ്യൂ ചെയ്തത്, റീഇഷ്യൂ ചെയ്ത നമ്പറിനെ എമൗണ്ട് പെയ്ഡ് വെച്ച് മക്കൾ ഇൻഡു ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും നോക്കിയേ? 80,000 കിട്ടും അല്ലെ. ഈ 80,000ഉം റീഇഷ്യൂ ചെയ്തപ്പോ, അപ്പൊ നമുക്കിവിടെ റീഇഷ്യൂ ചെയ്തപ്പോ ഫോർഫിറ്റ് ചെയ്തപ്പോഴാണ് 80,000 ഫോർഫിറ്റ് ചെയ്ത് 100 ഷെയർ 1000 ഷെയർ ആണ് ഫോർഫിറ്റ് ചെയ്തിരുന്നതെങ്കിൽ 80 രൂപ വെച്ച് നമുക്ക് 80,000 വന്നു. റീഇഷ്യൂ ചെയ്യുന്ന കേസിൽ അപ്പൊ ഇവിടെ എങ്ങനെ വരും? 1000 ഷെയർ അല്ലേ റീഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഫോർഫിച്ചറില് 1000 × 10 അല്ലേ വരുള്ളൂ. അപ്പൊ എത്ര വരും? 10,000 വരും. അപ്പൊ വരുന്നത് 10,000. അപ്പൊ നമുക്ക് റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് 70,000 ആയിരിക്കും. ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടി വ്യക്തമാക്കി തരാം. രണ്ടും 2 നമ്പറാണ് വരുന്നതെങ്കിൽ നമുക്ക് നേരിട്ട് ഫോർഫിച്ചറിന്റെ ബാലൻസ് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എത്ര ഷെയർ ആണോ റീഇഷ്യൂ ചെയ്തിരിക്കുന്നത് അത്രയും ഷെയർ ഫോർഫിറ്റ് ചെയ്യുമ്പോൾ എത്ര രൂപ വരും നോക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിന് 1000 ഷെയറേ റീഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. 1500 ഷെയർ ക്യാൻസൽ ചെയ്തു. 1000 ഷെയർ ആണ് റീഇഷ്യൂ ചെയ്തിട്ടുള്ളൂവെങ്കിൽ 1000 ഷെയർ ഫോർഫിറ്റ് ചെയ്യുമ്പോൾ എത്ര രൂപ വരും എന്ന് ആദ്യം നോക്കണം. അതിന് നമ്മൾ ഇവിടുത്തെ എമൗണ്ട് പെയ്ഡ് 1500-ന് 80 ആണ്. അപ്പൊ നമ്മൾ 1000 ഷെയറിന് 80 രൂപ വെച്ചാണ് നോക്കുന്നത്. അപ്പൊ എത്ര വന്നു? 80,000 രൂപയാണ് 1000 ഷെയർ ഫോർഫിറ്റ് ചെയ്യുമ്പോൾ. ഈ 1000 ഷെയർ റീഇഷ്യൂ ചെയ്യുമ്പോൾ എത്ര രൂപ വരും? ഇവിടെ നമ്മൾ 1500-ന് 10 എഴുതിയേക്കണേ കേട്ടോ. അത് മറ്റേ മെത്തേഡ്, ഫസ്റ്റ് മെത്തേഡില്ല. 1000 ഷെയർ റീഇഷ്യൂ ചെയ്തോളെങ്കിൽ 1000 × 10 10,000. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 70,000 ആയിരിക്കും നമ്മൾ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് കേട്ടോ. അതാണ് സെക്കൻഡ് മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയണത്, അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇതിൽ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവുമെങ്കിൽ മാറ്റിട്ടത് രണ്ടാമത് ചെയ്ത് കാണിച്ചു തരാം. അടുത്ത മെത്തേഡിൽ എന്താണെന്നറിയോ? ചിലപ്പോൾ നമുക്ക് ലംസമായിട്ടായിരിക്കും എമൗണ്ട് തരുന്നത്. അതായത് ഇത് തന്നെ ക്വസ്റ്റ്യൻ മറ്റേ റീഇഷ്യൂന്റെ റേറ്റ് തരാതെ നമുക്ക് ഒരു എമൗണ്ട് നമുക്ക് തന്നേക്കാണ്. ഇപ്പൊ ഇവിടെ ഒരു 1,30,000 തന്നേക്കാണെന്ന് ഓർത്തോ. ഇങ്ങനെ തന്നേക്കാണെന്ന് ഓർത്തോ. ലംസമായിട്ട് ഒരു എമൗണ്ട് നമുക്ക് തന്നേക്കാണ്. മൂന്നാമത്തെ മെത്തേഡാണ് കേട്ടോ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് വരരുത്. ഒറ്റ എമൗണ്ട് എന്ന് പറഞ്ഞാൽ കമ്പനി കുറെ ഷെയർ 90-ന് വിറ്റിട്ടുണ്ടാവും, കുറെ ഷെയർ 80-ന് വിറ്റിട്ടുണ്ടാവും. പല റേറ്റിനുമാണ് കമ്പനി ഷെയർ വിറ്റേക്കണത്. അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് ഒരു എമൗണ്ട് നമുക്ക് കമ്പനി തരുന്നത്. അങ്ങനെ ഒരു ലംസം എമൗണ്ട് ആണ് തരുന്നതെങ്കിൽ നമുക്ക് ഫസ്റ്റ് എൻട്രിയിലൊന്നും വ്യത്യാസമില്ല, എമൗണ്ടിൽ വ്യത്യാസമില്ല. ഇവിടെ വരുമ്പോ ബാങ്കിലെ എമൗണ്ടിൽ വ്യത്യാസം വരും. നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിൽ നമ്മൾ എമൗണ്ട് എഴുതുമ്പോ ആ എമൗണ്ട് എഴുതും. അവര് പറഞ്ഞിരിക്കുന്ന ഈ എമൗണ്ട് ആയിരിക്കും നമ്മൾ അപ്പൊ ബാങ്കിൽ കാണിക്കുന്നത്. അതിന്റെ ബാലൻസ് ആയിരിക്കും നമ്മളപ്പോ ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഏതായിരിക്കും? 20,000. 1,30,000 കഴിഞ്ഞാൽ ബാക്കി 20,000 ആയിരിക്കും നമ്മൾ ഈ മെത്തേഡില് ഫോർഫിച്ചറിൽ ഡെബിറ്റ് കൊടുക്കുന്നത്. അതായത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പൊ നമ്മൾ ഫോർഫിച്ചറിൽ കൊടുക്കുന്നത് കേട്ടോ. ലംസമായിട്ട് വരുന്ന കേസില് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇനി നമുക്ക് ഇതും തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ഒരു എമൗണ്ട് ഒരുമിച്ച് മക്കൾക്ക് തന്നാൽ ഓർത്ത് വെക്കുക, കമ്പനി പല റേറ്റിൽ റീഇഷ്യൂ ചെയ്തേക്കണ മെത്തേഡാണത്. ഇനി ഒരു മെത്തേഡും കൂടി ഉണ്ട്. എന്താണെന്നറിയോ? അപൂർവം ചില കമ്പനികൾക്ക് മാത്രം, എന്ന് വെച്ചാൽ പബ്ലിക്കിന്റെ ഇടയിൽ അത്രത്തോളം റെപ്യൂട്ടേഷൻ ഉള്ള ഒരു കമ്പനിയാണെങ്കിൽ ഈ ഷെയറുകള് കമ്പനി റീഇഷ്യൂ ചെയ്യുമ്പോൾ അവർക്കത് കൂട്ടി വിൽക്കാൻ സാധിക്കും. 100 രൂപയുടെ ഷെയറേ ചിലപ്പോൾ 110-നൊക്കെ അവർക്ക് വിറ്റാലും ആൾക്കാർ മേടിക്കാനുണ്ടാകും. ഒരുമിച്ച് കൊടുക്കണമെങ്കിൽ പോലും നല്ല ജനങ്ങളുടെ ഇടയിൽ നല്ല മതിപ്പുണ്ട്, എല്ലാ വർഷവും നല്ല രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയൊക്കെ ആണെങ്കിൽ കൂടുതൽ വിലയ്ക്ക് വിറ്റാലും ജനങ്ങൾ അത് മേടിക്കും. അപ്പൊ അവര് പ്രീമിയത്തിൽ വിൽക്കും. 100 രൂപയുടെ ഷെയർ അപ്പൊ മുടക്ക് വരുത്തിയാക്കണ ആക്കട ഷെയർ കമ്പനി ക്യാൻസൽ ചെയ്തു. ആ പൈസ മൊത്തം കമ്പനിക്ക് കിട്ടാണ്. വീണ്ടും കമ്പനി എന്ത് ചെയ്യും? അത് കൂട്ടി വിൽക്കും.
അത് അങ്ങനെ കൂട്ടി വിൽക്കുന്ന കേസില് ഡെബിറ്റില് ഫോർഫിച്ചർ വരില്ല. കാരണം എന്താ? ഡിസ്കൗണ്ട് ഇല്ല. ക്രെഡിറ്റില് സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞ് ആ പ്രീമിയത്തിന്റെ എമൗണ്ട് കാണിക്കേണ്ടി വരും. ഈ കേസിൽ നമുക്ക് ഡിഫറൻസ് എടുക്കാൻ റീ ഇഷ്യൂല് ഫോർഫിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റിൽ എമൗണ്ട് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ ക്രെഡിറ്റ് കൊടുത്ത എമൗണ്ട് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ക്രെഡിറ്റിൽ എമൗണ്ട് ആയിരിക്കും നമ്മൾ അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടാ? അപ്പൊ അവിടെ ഡിസ്കൗണ്ടിലല്ല വിറ്റേക്കണത്. അപ്പൊ ഡിസ്കൗണ്ടിൽ അല്ലാത്തത് കൊണ്ട് ഫോർഫിച്ചറിൽ ഡെബിറ്റിൽ ഉണ്ടാകില്ല. അപ്പൊ നമ്മൾ ക്രെഡിറ്റിൽ എമൗണ്ട് ആയിരിക്കും നമ്മൾ ഇവിടുത്തെ ഈ എമൗണ്ട് ഫുൾ ആയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇനി ഇതിലും നമുക്ക് ചിലപ്പോൾ മൊത്തം റീഇഷ്യൂ ചെയ്യാതെയൊക്കെ ഉണ്ടാകാം. അപ്പൊ ഇതിന്റെ കണക്കുകൾ ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. അടുത്ത് വരുന്ന മാർച്ചിൽ എക്സാമിന് ഡിഗ്രി കുട്ടികളും കൂടി ഇതിൽ നല്ലതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം +2 പോലെ തന്നെ അവർക്കും ഉള്ള ഒരു ചാപ്റ്ററാണ് ഈ കമ്പനി അക്കൗണ്ട്. ഞാനിപ്പോ എൻ്റെ അടുത്ത് ട്യൂഷൻ വരുന്ന +2 CBSE +2 കുട്ടികളെയും അതുപോലെ തന്നെ ഡിഗ്രി സെക്കൻഡ് ഇയറിലെ BCom കുട്ടികൾക്ക് ഒരുമിച്ചാണ് ഇപ്പൊ ഇത് അവർ ചെയ്തു പോകുന്നത്. രണ്ടു കൂട്ടർക്കും ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് BCom കുട്ടികളും ഇത് നല്ലതുപോലെ മനസ്സിലാക്കി പോകാം. അപ്പൊ ഓക്കെ.